കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദര ഞാന്. സിനി ഭയങ്കര നാണക്കാരിയാണല്ലേ. ഞാനും അല്ല ഇതെന്തിങ്ങനെ? എന്ത്? അല്ല ഞാൻ കരുതി സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് തലയിൽ പൂവൊക്കെ വെച്ച് വരുമെന്ന്. അത് നമ്മൾ ഈ രാത്രിയിൽ അമ്പലത്തിൽ വല്ലതും പോകുന്നുണ്ടോ? ഒന്നാമത് ഇന്ന് മുഴുവൻ സാരി ചുറ്റി മനുഷ്യന് വയ്യ. എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ. അബി ഇവിടെയാണോ കിടക്കുന്നത് അതോ വേറെ റൂമിലാണോ? വേറെ റൂമിലാ. ഇനി മുതൽ നമ്മളെ റൂം ഇതാണ്. ആ ഓക്കെ. അതെ, എനിക്ക് കിടക്കുമ്പോൾ കുറച്ച് കൂടുതൽ സ്ഥലം വേണം. ഞാൻ ചിലപ്പോൾ ഉറക്കത്തിലേ ചവിട്ടിയെന്നും തള്ളിയെന്നൊക്കെ ഇരിക്കും. കുഴപ്പമില്ലല്ലോ? ഇല്ല. എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് കിടന്ന ശീലം. ഈ ഉറക്കത്തിൽ എനിക്ക് ആരും മുട്ടുന്നതും തട്ടുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അല്ല അപ്പം ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? എനിക്ക് കല്യാണം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്താ ഫസ്റ്റ് നൈറ്റ്? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തടാ എന്ത് കഷ്ടം ഇത്. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഓ ഉറങ്ങിക്കോ. എന്നിട്ട് ഞാൻ ദോശ മറിച്ചിടാൻ നോക്കി. അതുണ്ടോ മറിയുന്നു. പിന്നെ ഞാൻ ഒരു ചട്ടു എടുത്ത് കുത്തി കുത്തി ഒരു പരുവത്തിൽ നൈസായിട്ട് അങ്ങ് മറിച്ചിട്ടു. പക്ഷേ അമ്മ വാങ്ങിച്ച പുതിയ നോൺ സ്റ്റിക് പാന് ഫുള്ളങ്ങ് സ്ക്രാച്ചായി. അന്ന് തന്നെ അമ്മ പറമ്പ് നീളെ ഓടിച്ചിട്ട് തല്ലി. അതിനുശേഷം ഞാൻ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ ഈ ഭക്ഷണത്തിലുള്ള പരീക്ഷണമൊന്നും ഞങ്ങളോട് കാണിക്കരുത്.
നിന്റെ ഭർത്താവുണ്ടല്ലോ ആ പട്ടണോട് കഴിഞ്ഞത് കാണില്ലേ, അവനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ, ഒരു പരാതിയും പറയൂല അല്ലേ? ഈ കാണുന്നേ തണ്ടും തടിയൊക്കെ ഉള്ളൂ, ആള് പാവവാ. നീ എന്നും പറഞ്ഞുകൊണ്ട് തലയെ കയറ്റിയൊന്നും വെക്കരുത്, പിടിച്ച പിടിയിലങ്ങ് നിർത്തിക്കൊള്ളണം. എന്നെ നിർത്തിയും പോലെ. അയ്യോ. നീ എന്തോന്നാടാ അവിടെ നിന്ന് ഷമ്മി കളിക്കണത്? കേട്ടോടാ, എടാ ഈ വസ്ത്രം ഒന്നും മാറിയില്ലേ? കല്യാണം കഴിഞ്ഞ് അത് മറന്നുപോയി. എന്തോന്ന് മലന്നോയി? ചായ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ. വേണ്ട, ഞാൻ കുളിച്ചിട്ട് വരാം. എന്റെ കിളി പോയാ? നിങ്ങളല്ലേ മോൻ കിളി പോവാതിരിക്കൂ. ആ ഞാന് ആ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. എന്തിനു പോണത്? ജംഗ്ഷൻ വരെ ഇപ്പൊ എന്തിനു പോണത്? ഇവിടെ ഫുഡൊക്കെ ആയല്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വേ. എന്തോ ഞാൻ ഇപ്പൊ വരാം, ഭക്ഷണം ഉണ്ടാക്കി വെക്കേ, ഇപ്പൊ വരാം. സിഗരറ്റ് വലിക്കാൻ പോയതാണ്. അച്ഛൻ സിഗരറ്റ് ഒക്കെ വലിക്കുവോ? സിഗരറ്റ് വലിക്കും, പക്ഷെ എനിക്ക് അറിഞ്ഞൂടെന്നാണ് വിചാരം. എനിക്കറിയാം അവൻ സിഗരറ്റ് വലിക്കൂല കേട്ടാ. അവൻ്റെ അച്ഛൻ അറിഞ്ഞാലേ അവൻ സിഗരറ്റ് വലിക്കുമെന്ന് അറിഞ്ഞാൽ കൊല്ലും അവനെ. പിന്നെ കൂട്ടുകാരോട് ചേർന്ന് ഇത്തിരി ബിയറൊക്കെ അടിക്കും. ബിയർ അടിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ ഞാൻ മണത്ത് കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ അവിടെ തന്നെ കിടക്കും കൂട്ടുകാരന്മാരോടെ. നീ അവൻ്റെ പിടിച്ച പിടിയിൽ ഒരു പിടി പിടിക്കണം കേട്ടാ. അഴിച്ചു വിട്ട കാളെ പോലെ അവൻ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. ശരി അമ്മ, ഞാൻ നോക്കിക്കോളാം. എന്നാ ഇത് കഴുകി വെച്ചോ, അതെടുത്ത് കളഞ്ഞിട്ട്. ഹലോ. ഓ എന്താവേ? അവള് അച്ഛൻ്റെ മേലെടുത്തുണ്ട്. ഒന്നുമില്ലടാ, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാടാ. ശരി. ഫ്രഷായി കഴിഞ്ഞെങ്കിലേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമോ? എനിക്കൊന്ന് ഡ്രസ്സ് മാറണമായിരുന്നു. ആ സിനി, ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? തനിക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമോ ഇഷ്ടമില്ലായ്മയുണ്ടോ? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. ഇതൊക്കെ ഇനി അറിഞ്ഞിട്ട് എന്തിനാ? ഇതൊക്കെ കല്യാണത്തിന് മുമ്പേ അന്വേഷിക്കേണ്ടായിരുന്നു. അല്ല, ഞാൻ പ്ലീസ് ഒന്ന് പുറത്തേക്ക് പോയി എനിക്കൊന്ന് ഡ്രസ്സ് മാറും. എടാ, സിനിയുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതിപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇതുവരെ എന്നെ ഒന്ന് സ്നേഹത്തോടു കൂടി പോലും അവൾ നോക്കിയിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അവൾക്ക് ഒരു കുഴപ്പമില്ല. എടാ, എന്താണ് പ്രശ്നമെന്ന് നിനക്ക് അവളോടൊന്ന് ഓപ്പണായിട്ട് ചോദിക്കാൻ പാടില്ലേ? ആ ബെസ്റ്റ്. എടാ, എന്നെ കാണുമ്പോൾ തന്നെ അവളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയാവും. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ അതിനെന്തെങ്കിലുമൊക്കെ തർക്കുത്തരം പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും അവൾ നിന്നോട് ഇങ്ങനെ ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെന്തോ തക്കതായിട്ടൊരു കാരണമുണ്ട്. എടാ, എൻ്റെ വിഷമം അതൊന്നുമല്ല. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ഹണിമൂൺ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇതിപ്പം അമ്പിനും മില്ലിനും അടിക്കാതെ എവിടെയും കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാണ്? എൻ്റെ പൊന്നളിയാ, ഹണിമൂൺ ട്രിപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് ആലോചിച്ചാൽ പോരെ? അതെന്ത്? ഇവിടെ നീ വാർത്തയൊന്നും വായിക്കാറില്ലേ? ഇവിടെ കല്യാണം കഴിഞ്ഞ് ഓരോ പെൺപിള്ളേരുണ്ടല്ലോ, അവരുടെ കാമുകന്മാരോട് ജീവിക്കാൻ വേണ്ടി ആദ്യം ഭർത്താവിൻ്റെ കൂടെ ഹണിമൂണിന് പോകും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർ രണ്ടും കൂടി പ്ലാൻ ചെയ്ത് ഭർത്താവിനെ കൊന്നുകളെ. നീ ഇതൊന്നും അറിയണില്ലേ? ഈ സിനിയുടെ പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങനെ വല്ല പ്ലാനും ചെയ്യാം. നീ ഒന്ന് പോടാ അവിടെ നിന്ന്, മനുഷ്യനെ പേടിപ്പിക്കാതെ. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ നാട്ടിൽ നടക്കുന്ന കാര്യം പറഞ്ഞതാണ്. എന്തായാലും നീ അവളോടൊരു
മയത്തിനൊക്കെ നിന്നാൽ മതി. പോടാ അവിടെ നിന്ന്. എടാ, സിനി എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു. നിനക്കറിയോ ഞാൻ എന്തുമാത്രം അവളെ സ്നേഹിക്കണം? സത്യം പറഞ്ഞാൽ എൻ്റെ സങ്കല്പത്തിലുള്ള അതേ പെണ്ണ് അവള്. പക്ഷെ അവളുടെ സങ്കല്പത്തിൽ ചെക്കൻ നീയല്ലായിരിക്കും. പിന്നെ എന്തിനാ അവൾ എന്നെ കല്യാണം കഴിച്ചത്? അവരുടെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കല്യാണം കഴിച്ചായിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൾക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ ചെയ്യും. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ, എനിക്ക് അവളോടുള്ള ഇഷ്ടം ഒട്ടും കുറയൂല. ഹലോ, എന്തമ്മാ? സിനിക്ക് പൊട്ടാ? ആ മനസ്സിലായി വാങ്ങിച്ചോണ്ട് വരാം. എന്താടാ? തിരിച്ചു പോകുമ്പം സിനിക്ക് പൊട്ട് വാങ്ങിച്ചോണ്ട് പോകുന്ന പറഞ്ഞേ. അയ്യേ, പൊട്ട? എടാ, നിന്നെ പോലെ പൊട്ടനാക്കാൻ വേണ്ടി പറയണേട്ടാ. ഈ പെണ്ണെന്ന് പറഞ്ഞ പറകുണ്ടല്ലോ, ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളൂല. സൂക്ഷിച്ചും കണ്ടും നിന്നില്ലെങ്കിൽ 8ന്റെ പണി തരും. നീ ഒന്ന് പോടാ അവിടെ നിന്ന്. സിനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സിനി, ഇതെന്താ? പൊട്ട്. ഈ കവർ നിറച്ചോ? അത് പിന്നെ വാങ്ങിക്കാൻ പോയ കടയിൽ ഒരുപാട് പൊട്ടുണ്ടായിരുന്നു. സിനിക്ക് ഏതാ ഇഷ്ടമാണെന്ന് അറിഞ്ഞൂടാത്തോണ്ട് മൊത്തം വാങ്ങിച്ചു. ദേ, ഈ ഒരൊറ്റ പൊട്ടിന്റെ ആവശ്യമുള്ളായിരുന്നു. അതിനുവേണ്ടി കടം മുഴുവൻ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. കഷ്ടം. സോറി. ഏട്ടാ മോളെ, വായ്ക്കൊരു ഏറ്റവും വല്ല ഭക്ഷണം കഴിക്കണമെങ്കിലേ ഞാൻ അടുക്കളയിൽ കയറി പാചകം ചെയ്യണം. പിന്നെ ഞാൻ പാചകം ചെയ്ത എന്തോ കഴിക്കോ? വെട്ടി വിഴുങ്ങണ കാണാമല്ലോ. അത് പിന്നെ വിശക്കുമ്പോൾ എന്ത് വേണം കഴിക്കും. അത് നിന്നെ പേടിച്ചിട്ട്. ആ, അപ്പൊ അച്ഛനമ്മയെ പേടിയുണ്ട്. പേടിപ്പിച്ച് നിർത്തിയിരിക്കണോണ്ട് ഒരു പരിധി വരെ അങ്ങനെ നിൽക്കണം. ഇല്ലെങ്കിൽ അഴിച്ചു വിട്ടാ കാണായിരുന്നു. എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. പക്ഷേ നീ ഒന്ന് കണ്ണുവഴിച്ചാലേ നിന്റെ കെട്ടിയോൻ നിക്കർ പിടിപ്പെടുക്കും. അയ്യേ, എന്താ അയ്യേ? ഒന്നുമില്ലടാ, നീ നിക്കറിൽ പെടുത്ത കാര്യം നിന്റെ അമ്മ മോളോട് പറഞ്ഞതാണ്. അയ്യേ, അത് പണ്ട് നഴ്സറി പഠിച്ചിരുന്നപ്പോഴാണ്. അങ്ങനെയല്ലോ മക്കളെ, അവൻ ഇപ്പോഴും പ്രേതത്തിന്റെ സിനിമ കണ്ടു കഴിഞ്ഞാല് കിടക്കേ കിടന്ന് കൊള്ളും. വെറുതെ പറയണത് അച്ഛൻ. അല്ലെങ്കിലും ഈ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ വൃത്തിയോട്ട കോമഡി പറയണതേ എൻ്റെ അച്ഛൻ്റെ ഒരു ശീല. എന്താ അച്ഛനായി പോയിട്ട്. തേങ്ങ എടുത്ത് വെച്ച് അങ്ങോട്ട് ചേരും. ഞാനാ? എന്താന്ന് നീ ആദ്യമായിട്ടാണോ തേങ്ങ ചെരുവണത് കേൾക്കണത്? എടി മോളെ, ഒന്നേ ഉള്ളുവെങ്കിലും ഒലക്കൊക്കെ അടിച്ചാണ് ഞാൻ വളർത്തിയത്. ഇവനെ കൊണ്ട് എല്ലാ ജോലിയും ഞാൻ ഇവിടെ ഉള്ളത് ചെയ്യിപ്പിക്കും. അത് പിന്നെ വൃദ്ധരായ മാതാപിതാക്കള് കഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കണതാ. വൃദ്ധ നിന്റെ അച്ഛൻ അത് തന്നെയല്ലേ പറഞ്ഞത്.
ഒന്നുമില്ല. ഉം. ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്ക്. സിനി, എന്താ? എനിക്കൊന്ന് സംസാരിക്കണം. ഈ രാത്രി തന്നെ സംസാരിക്കണോ? നാളെ നേരം വെളുത്തിട്ട് സംസാരിച്ചാ പോരെ? സിനി പ്ലീസ്. ആ പറയ്. സിനി, കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ താൻ എന്നോടൊന്ന് സ്നേഹത്തോടെ പെരുമാറിയോ നോക്കുകയോ പോലും ചെയ്തിട്ടില്ല. എനിക്കെന്താണ് അതിൻ്റെ കാര്യമെന്ന് അറിയണം. എനിക്കറിയില്ല. താൻ എനിക്ക് ഒരിക്കലും കംഫർട്ടബിൾ ആവുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടേത് ഒന്നാമതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നു. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 6 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു കല്യാണത്തിന്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തവണ താൻ എന്നെ ഒന്ന് ഫോൺ വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്തിട്ടുണ്ടോ? പിന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ ഒരു പരിചയമില്ലാത്ത ഒരാളുമായിട്ട് അടുത്തിടപഴകാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. മാത്രമല്ല, ഞാൻ പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് വളരെ ലിമിറ്റ് വെച്ചാണ് സംസാരിക്കാറ് പോലും ഉള്ളത്. പിന്നെ ഒരുപാട് അടുത്ത് ഇടപഴകി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഞാൻ ചൂസ് ചെയ്യുന്നത്. എനിക്കെങ്ങനെ ആരെയും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരാളാ. താൻ പറഞ്ഞത് കറക്റ്റാ. കല്യാണത്തിന് മുമ്പ് 6 മാസം ഗ്യാപ്പ് ഉണ്ടായിട്ടും നമ്മളൊന്ന് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. ആ സമയമൊക്കെ നമുക്ക് പരസ്പരം ഒന്ന് അറിയാനും ഒന്ന് പ്രണയിക്കാനും ഒക്കെ ഉള്ളൊരു സമയമായിരുന്നത് എനിക്കറിയായിരുന്നു. പക്ഷെ എനിക്കെന്തോ അതിന് പറ്റിയില്ല. എന്നാൽ എനിക്ക് തന്നോട് മിണ്ടണമെന്നും കാണണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. തനിക്കറിയോ, അന്ന് പെണ്ണ് കണ്ടിട്ട് വന്നതിന് ശേഷം തൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ വിളിപ്പിച്ചു. അന്ന് ഈ നമ്പർ വൈഫെന്നും പറഞ്ഞ് സേവ് ചെയ്തതാണ്. പിന്നെ എനിക്കെന്തോ ഒരു പേടിയായിരുന്നു വിളിക്കാനൊക്കെ. ശരിക്കും? പിന്നെ താൻ പറഞ്ഞല്ലോ തന്നെ ഞാൻ കാണാൻ വന്നില്ലെന്ന്. എല്ലാ ഈവനിങ്ങിലും താൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവിടെ ഞാൻ വന്ന് നിൽക്കുമായിരുന്നു തന്നെ കാണാൻ. താൻ ബസ് കയറി പോയതിന് ശേഷം മാത്രമേ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വരത്തുള്ളൂ. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. താനതിന് ചുറ്റുമുള്ളൊന്നും ശ്രദ്ധിച്ചല്ലോ നടക്കുന്നത്. ഒരു തവണ ഞാൻ കണ്ടെന്ന് വിചാരിച്ചതാ. ഞാനങ്ങ് പേടിച്ചു പോയി. അന്നൊരു മഞ്ഞ ഷർട്ടായിരുന്നു ഇട്ടിരുന്നേ. അപ്പം താനന്ന് എന്നെ കണ്ടല്ലേ? ശരിക്കും കണ്ടില്ല, ഒരു സൈഡ് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ വിചാരിച്ച അതെന്റെ തോന്നലാന്നേ. തന്നെ ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, അന്ന് വന്നിട്ട് പിന്നെന്താ ഒന്നും മിണ്ടാതെ പോയത്? അത് പിന്നെ എനിക്ക് ഈ പെണ്ണുങ്ങളോടൊന്നും വലിയ സംസാരിച്ച് പരിചയമില്ല. വീട്ടിൽ ഒറ്റമോനായിട്ടാണ് വളർന്നത്. എങ്ങനെ സംസാരിക്കണമെന്നൊരു ധാരണയില്ല. എൻ്റെ ഫ്രണ്ട് ശ്യാം എപ്പോഴും പറയും ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള കഴിവൊന്നും നിനക്കില്ലെന്ന്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. അത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. താൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഫ്രണ്ട്ലി ആയി സംസാരിക്കുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. അച്ഛനും അമ്മയൊക്കെ കല്യാണം ഉറപ്പിച്ച അന്ന് തൊട്ട് എന്നെ ഡെയിലി ഫോൺ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് അന്ന് മുതലേ കമ്പനിയായി. അപ്പം അവരെന്നും വിളിക്കുമായിരുന്നല്ലേ? ഞാനും വിളിക്കണമായിരുന്നു. പലപ്പോഴും ഡയൽ ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കുന്നതാണ്. പിന്നെ എന്തോ എനിക്ക് പറ്റാറില്ല.
എന്നിട്ട് ഇപ്പൊ ആക്ക് പോയി. എനിക്ക് പേടിക്കണ്ട, ഞാനിപ്പോഴേ കുറച്ചൊക്കെ കംഫർട്ടായി വരുന്നുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടമായോ? തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഇന്നല്ലേ പറയുന്നത്. ഞാൻ പതുക്കെ സമയമെടുത്ത് ആലോചിച്ചിട്ട് എൻ്റെ ഇഷ്ടം പറയാം. അത് മതി. പക്ഷേ മറ്റന്നാ തായ്ലാൻഡിലേക്കൊരു ഹണിമൂൺ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. തനിക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ച്. അയ്യടാ, ഇഷ്ടം പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അങ്ങ് ഹണിമൂൺ ട്രിപ്പ് പോവല്ലേ, തന്നെ അങ്ങ് പോയാൽ മതി. എനിക്കറിയായിരുന്നു താൻ വരില്ലെന്ന്. ശ്യാം പറഞ്ഞത് കറക്റ്റാ. എൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് താനാണെങ്കിലും തൻ്റെ സങ്കല്പത്തിലുള്ള ആണ് ഞാനല്ല. താൻ എന്നെ ഒട്ടും ഇഷ്ടമല്ലാതെയാണല്ലേ കല്യാണം കഴിച്ചത്? എനിക്കങ്ങനെ ഒട്ടും ഇഷ്ടമല്ല എന്നൊന്നുണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം വരെ എത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ തനിക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാ കല്യാണം കഴിച്ചതല്ലേ? താൻ എന്നെ വിളിക്കാതിരുന്നപ്പം ഞാൻ പേടിച്ചു. തനിക്ക് എന്നെ ഇഷ്ടമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കല്യാണം വരെ വേണ്ടാന്ന് വെച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചതാ. പിന്നെ തൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടപ്പം താനൊരു പാവാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഐ എം സോ ലക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഇങ്ങനെ പ്രണയിച്ച് നടക്കാൻ കൊതിയാവുക. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണോ പ്രണയിക്കുന്നത്? അതിനെന്താണോ, എൻ്റെ അച്ഛനും അമ്മയും കണ്ടില്ലേ, അവരിപ്പോഴും പ്രണയിക്കുകയില്ലേ? അതുപോലെ നമുക്ക് ഒരുപാട് കാലം പ്രണയിക്കണം. തൻ്റെ അച്ഛൻ അമ്മയെ നോക്കുന്ന പോലെ എന്നെ നോക്കൂ. പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. താൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. എന്നാൽ ലൈറ്റ് ഓഫ് ആക്കട്ടെ? ആ, അതൊക്കെ അങ്ങ് തായ്ലൻഡിൽ ചെന്നിട്ട് മതി. അപ്പോൾ ഹണിമൂണും പോകുന്നുണ്ടോ? നോക്കട്ടെ.